ഇന്ന് നമ്മൾ പോണത് ഫാമിലിയും അതുപോലെ പിള്ളേരൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലത്തേക്കാട്ടോ. ചാവക്കാടുള്ള ഫാമിലേക്കാണ് പോണത്. അപ്പം സൈഡിൽ തന്നെ ഫാമിലാന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ തൊട്ട് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ വരണ്ടേ. അവിടെ നമ്മൾ ഒരാൾക്ക് വരുന്നത് ചാർജ് 150 രൂപയായിട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത്. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ ഒരു ഇതുപോലെ കയറി ചെല്ലുക. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഒട്ടകം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒട്ടകത്തിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് പുല്ലൊക്കെ തരും. അപ്പോൾ ഫീഡ് ചെയ്യണ കാര്യങ്ങളൊക്കെ പിന്നെ എക്സ്ട്രാ പൈസ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു 150 രൂപയിൽ എല്ലാതും പെടും. അങ്ങനെ നമ്മൾ ഒട്ടകത്തിനൊക്കെ തീറ്റ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലണത് 2 കുതിരയും അതുപോലെ കഴുതിയൊക്കെ ഉള്ളൊരു ഭാഗത്തേക്കാട്ടോ പോണത്. അപ്പോൾ ഒരു വെള്ള കുതിര ഉണ്ട്, അതുപോലെ ഒരു ബ്രൗൺ കുതിര ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളക്കുതിരയ്ക്ക് കൊടുത്തു. അപ്പോൾ ആദ്യം ഭയങ്കര ഒരു ഇതായിരുന്നു, പേടിയുണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കൈക്കൊരു കടിക്കുമോ എന്നുള്ളൊരു ഇതിൽ. പിന്നെ നമ്മളൊരു ബ്രൗൺ കുതിരയുടെ അടുത്ത് പോയിട്ടോ. ഇതിൻ്റെ അടുത്ത് പോയപ്പോൾ ഇത് വലിയ വലിയ കഴിക്കണമൊന്നുമില്ല കേട്ടോ. കുറേ നോക്കി പിന്നെ മണപ്പിച്ച് വെക്കണം മാത്രമേ ഉള്ളൂ, പിന്നെ കഴിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടൊരു കഴുതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് കഴിച്ചു കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കൂട് പോലെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ആദ്യം അതിലൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു 4 കൊമ്പുള്ള ആട് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു 4 കൊമ്പുള്ള ആടിനെ കാണുന്നത്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം 4 കൊമ്പുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കസിനാണെങ്കിൽ ഭയങ്കര പേടിയാട്ടോ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ ആയിട്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു പശു കാള അത് പറയട്ടോ, ഒരു ഹൈറ്റ് കുറഞ്ഞൊരു കാള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ അടിയിൽ കുറച്ച് വൈക്കോളൊക്കെ ഉണ്ട്, അപ്പോൾ അത് പറക്കി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൊട്ട് സൈഡിലായിട്ട് ഒരു കുളം, അതിൻ്റെ നടുവിൽ സൈഡിലായിട്ട് 2 നമ്മുടെ ഇതുണ്ടായിരുന്നു കേട്ടോ, ബ്ലാക്ക് അരയണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ സൈഡിലൊരു കട ഉണ്ട്. നമുക്ക് ചായയും ഫ്രൂട്ട്സും കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ എല്ലാതുള്ള ജ്യൂസ് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് മുയലൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ കാണാത്തൊരു ടൈപ്പൊക്കെ. അത് കഴിഞ്ഞിട്ട് തൊട്ട് സെയിലായിട്ട് നമ്മുടെ ഗിനിക്കോഴി ഫാൻസി ടൈപ്പ് കോഴി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ കോഴി ഉണ്ടായിരുന്നു. ഇതിനെ നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. അവർ നമ്മളെ കൈക്ക് വെച്ചൊരു കോഴിനെ. അപ്പോൾ ഈ ഒരു താറാവ് പോലത്തെ ഒരു സംഭവമാണ് എന്താണെന്ന് മനസ്സിലായി. ചുണ്ടൊരു വെറൈറ്റി ആയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗിനിപ്പിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ഗിനിപ്പിഗ് എന്നാന്ന് പറയാൻ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കോഴീനെ പിള്ളേർക്ക് വെച്ചെടുക്കും, നമുക്ക് അതിനെ തൊടാനൊന്നും തരില്ല കേട്ടോ, കുഞ്ഞു കുട്ടികൾക്ക് കൂടെ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചയുടെ ഒരു സെക്ഷനാട്ടോ. അപ്പോൾ കുറച്ച് വെറൈറ്റി പൂച്ചയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് പൂച്ചേനൊക്കെ തൊട്ട് നോക്കിയിട്ടോ. ഭയങ്കര ഉറക്കമായിരുന്നു, കാരണം ഒരു ഉച്ച ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കമായിരുന്നു തോന്നുന്നു പൂച്ച. പിന്നെ ഈ ഒരു തിരക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂച്ചേനെ മാത്രം അവർ എടുത്തിട്ട് നമ്മുടെ കൈക്കൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ആ പൂച്ചയാണ് ഈ ഒരു പൂച്ച. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് തിരക്ക്. ഞാനും എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, കാരണം ഞാൻ ഇങ്ങനെ പൂച്ചേനെ അങ്ങനെ എടുക്കില്ല കേട്ടോ. എനിക്ക് നായ്ക്കളെ കൂടുതൽ ഇഷ്ടം പൂച്ചേനെ കാട്ടിയും. അപ്പോൾ ഇതിനൊന്ന് എടുത്ത് നോക്കണം വിചാരിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് തന്നു കേട്ടോ. നമ്മുടെ ഈ പാവക്കുട്ടിയുടെ ഭയങ്കര സ്പോഞ്ച് പോലത്തെ ഒരു പൂച്ചക്കുട്ടി കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണ്ടേ. ഞാൻ വിചാരിച്ചു എല്ലാവരും ഇങ്ങനെ മാറി മാറി എടുക്കുമ്പോൾ ഇവർക്ക് തന്നെ പ്രാന്താവില്ലേ ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു പൂച്ചേനെ എനിക്ക് സ്കിന്നൊന്ന് തൊട്ടോക്കണമെന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് ഇങ്ങനെ മാംസം പോലത്തെ ഒരു പൂച്ചല്ലേ, പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ടാണ് തൊട്ടോക്കിയത്, അതിൻ്റെ സ്കിൻ എങ്ങനെയാണെന്ന് തൊട്ടോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഉറങ്ങായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 വെറൈറ്റി ഉണ്ട്, അവരൊക്കെ ഭയങ്കര ഉറക്കാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെല്ലണത് ഇങ്ങനൊരു കൂടാട്ടോ. ഈ കൂട്ടിൽ നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പല കളർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാടക്കോഴി പോലെയാണ് തോന്നിയത്, കാടക്കോഴി തന്നെ തോന്നുന്നു. പിന്നെ പാമ്പിനെ ഞാൻ കഴുത്തിലിട്ടു. ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തായിട്ട് എടുക്കാൻ പോയപ്പോൾ പറ്റില്ല കേട്ടോ. ഒരു വട്ടമാണ് ഒരാൾക്ക് ചാൻസ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടു. അതുപോലെ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പാമ്പിനെ ഇടാനും ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ തൊടാനുള്ളതിനൊക്കെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെറൈറ്റി പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉടുമ്പ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാമ്പിനെ മാത്രമാണ് നമുക്ക് തൊടാനൊക്കെ അവർ തരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കാണാത്ത സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയാണല്ലോ. അതുപോലെ പിള്ളേരൊക്കെ കൊണ്ടുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്ന് വെച്ചാൽ അവർ ആദ്യമായിട്ട് ഇങ്ങനെ സാധനങ്ങൾ കാണും, പിന്നെ തൊട്ട് നോക്കണം. അപ്പോൾ അവർക്കൊരു ഭയങ്കര താല്പര്യം ഉണ്ടാവും കേട്ടോ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ. അതുപോലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടിൽ ഇങ്ങനെ ഒരു 2 കിളിയായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ട്, അതിൻ്റെ കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കണ്ണ് മാത്രം മഞ്ഞ വെറൈറ്റി കിളി. പിന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ചാത്തൻ കോഴി ഉണ്ട് കേട്ടോ. ഇതിന് കാണാൻ നല്ല രസമാട്ടോ. ഇതിൻ്റെ വാല് ഭയങ്കര നീളത്തിലാട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് കോഴി. പിന്നെ ഈ ഒരു ഭാഗത്ത് പല വെറൈറ്റി പ്രാവുകളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിൽ പലതരം മോഡൽ പ്രാവുകളൊക്കെ പേരൊന്നും അറിയാത്ത കാരണം കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഇതിന് ഇഗ്വാന എന്തൊരു പേരാണ് പറയുക, അത് 2 തരം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ തത്ത, അതുപോലെ ഈ ഒരു കിളി ചെറിയ കിളിയാണ്, പക്ഷെ ഭയങ്കര വലിയൊരു വാലൊക്കെ ആയിട്ട് കേട്ടോ. അത് കുറച്ച് വെറൈറ്റിയാണ്. നമ്മൾ വെറൈറ്റി കാണുമ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ചെറിയ കുരങ്ങൻ കുട്ടികൾ പോലത്തെ സാധനങ്ങൾ 2 ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലവ് ബേർഡ്സ് ഒരു വെറൈറ്റി ആട്ടോ, കാരണം അതിൻ്റെ ചിറകിൻ്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തത്തനെ തൊടാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, കാരണം അതിൻ്റെ കൊക്കൊണ്ട് നമ്മുടെ കൈയൊന്നും അമർത്തി കഴിഞ്ഞ് പിന്നെ എന്താ അവസ്ഥ എന്നറിയാലോ. പിന്നെ കുറച്ച് 2 വെറൈറ്റി അണ്ണാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കൂട്ടിക്കാട്ടോ നമുക്ക് കിളികൾക്ക് ഫീഡ് ചെയ്യാൻ കയറാൻ പറ്റുള്ളൂ.
അപ്പോൾ അവർ നമുക്ക് ആദ്യം കുറച്ച് 2 സൂര്യകാന്തി 2 എണ്ണം സൂര്യകാന്തി അതുപോലെ 2 മണി എന്തൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്രയും നമുക്ക് തരുള്ളൂ, കാരണം എല്ലാവരും കൂടിയിട്ട് ഫീഡ് ചെയ്യുമ്പോൾ അവർക്ക് പറ്റില്ലല്ലോ. പായം കയറിയപ്പോൾ അവർ വന്നില്ല കേട്ടോ, പിന്നെ വന്നു കേട്ടോ. ഒരു കിളി വന്നു, അത് കഴിഞ്ഞിട്ട് വേറൊരു കിളിയും കൂടി വന്നു കേട്ടോ കൈമയ്ക്ക്. പിന്നെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചെടുക്കാൻ പോകുമ്പോഴാണ് ഒരു കിളി തലയിൽ കയറി വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് കാണിച്ചെടുക്കാൻ പോയിട്ട് അപ്പോഴേക്കും ആരോ അങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞാൻ വേറെ ഒരാളെയും കൂടിയും തൊടാൻ കീറിയും ആരോ പേടിപ്പിച്ചപ്പോൾ എല്ലാവരും പേടിച്ചിട്ട് സൈഡിൽ പോയിരുന്നു കേട്ടോ കൂടിൻ്റെ. പിന്നെ ഈ ഒരു വെറൈറ്റി തത്ത ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 തത്ത വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലായിട്ട് കുറച്ച് കോക്ടെയിൽ ഉണ്ടായിരുന്നു കേട്ടോ, മഞ്ഞ ഗ്രേ കളർ കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ ഈ എന്താ പറയുക മയിൽപ്രാവ് അങ്ങനെ എന്തോ പേര് പറയില്ല, ആ പ്രാവുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് വെറൈറ്റി ആയി തോന്നിയിട്ട് അത് 2 ഉണ്ടായിരുന്നു, ഒരു ഫീമെയിൽ മെയിലായിട്ട്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല, അതിങ്ങനെ കളിക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കോഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കുറേ വെള്ള മഞ്ഞ അങ്ങനെ കുറച്ച് വെറൈറ്റി കോഴികളൊക്കെ ഉണ്ടായിരുന്നു, കോഴി തന്നെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് മേത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ണാൻ്റെ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, ഇത് പറക്കുന്ന പറഞ്ഞാൽ ഷുഗർ ഗ്ലേഡർ അങ്ങനെ എന്തൊരു പേരാണ് പറയാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ മേത്തൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ചില സംഭവം മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെള്ളയാണെങ്കിൽ ഇത് കുറച്ച് ഗ്രേ കളറാട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു തത്ത നമ്മുടെ അടുത്തേക്ക് വരില്ല, സൈഡിൽ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള താറാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ താറാവിൻ്റെ തലയിൽ ഇങ്ങനെ തൊപ്പി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് താറാവ് ഉണ്ടായിരുന്നു കേട്ടോ ഫുള്ള്. പിന്നെ ഈ ഒരു വെറൈറ്റി താറാവ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആടിന് നമുക്ക് തീറ്റ കൊടുക്കട്ടെ. ഇതിന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഫുള്ള് ഇങ്ങനെ വൈറ്റ് ആയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ കണ്ണ് കാണാനില്ലയോ, കണ്ണടക്കം മറന്നിട്ട് ഇങ്ങനെ രോമായിട്ട്. അപ്പോൾ അതിന് പോപ്കോൺ ആട്ടോ തന്നത്, അത് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഈ ആട് നമ്മൾ കുറേ കാർട്ടൂണിലൊക്കെ ഞാൻ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ആടിന് 4 കൊമ്പാട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലിയത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ടും അതുപോലെ പിള്ളേരൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു സ്ഥലം. പിന്നെ പല വെറൈറ്റി മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ആകാംക്ഷയാവും കേട്ടോ, ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ.